ഒരു സ്മോക്കിംഗ് പഫ് സ്ലീവാണ് ഇന്നത്തെ വീഡിയോ. ന്യൂ ബോൺസിൻ്റെയാണ്. 3 to 6 months മെഷർമെൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ താഴെ മടക്കി തുന്നഞ്ഞതും മെഷീനിൽ സിക്സാഗ് അല്ല ചെയ്തിട്ടുള്ളത്, കൈകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കാണിച്ചു തരാം. ഒരു പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 5 inches ലെങ്ത്തും 14.5 inch വിത്തുമുള്ള ഒരു പീസ്, ഒരു ക്ലോത്ത് എടുക്കുക. അത് ഫോൾഡ് ചെയ്തിട്ട് സൈഡിൽ നിന്ന് 2.5 inch മാർക്ക് ചെയ്യുക. 2.5 inch സൈഡിൽ നിന്ന് ഒരു 1/4 inch മാർക്ക് ചെയ്യുക. ഇത് ഇവിടെ ഡ്രോ ചെയ്യുക. ഇത് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. എന്നിട്ട് ഇവിടുന്ന് ടോപ്പിൽ നിന്ന് ഇവിടത്തേക്ക് 2.5 inch ഇതേപോലെ വരിക. ഇതേപോലെ ഇത് കട്ട് ചെയ്ത് കളയുക. ഇതും കട്ട് ചെയ്ത് കളയുക. അപ്പം ബോട്ടത്തുനിന്ന് ഒരു 1 inch മാർക്ക് ചെയ്യണം. അത് ഫ്രില്ലിനും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിലാണ് ഗ്രാഫ് പേപ്പറിൽ സ്മോക്കിംഗ് ചെയ്യേണ്ട സ്ഥലം ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഗ്രാഫ് പേപ്പർ വെച്ചിട്ട് നിങ്ങൾ ചെയ്യും. ഞാൻ മെഷീനിലാണ് ചെയ്യൽ. നിങ്ങൾക്ക് കാണിക്കേണ്ടതുകൊണ്ട് ഞാൻ ഡോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമായിരിക്കും. ചില ഇതിൽ അങ്ങനെ അത്ര ഡാർക്കായിട്ട് ചെയ്യാനും പറ്റില്ല. സ്റ്റിച്ച് ചെയ്താൽ കണ്ടുപോകും. അത് ബ്ലാക്ക് ഡോട്ട്സ് കാണും. ഇനി താഴെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഇതും സിക്സാഗല്ല അടിക്കുന്നത്, ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തിട്ട് അതും കാണിച്ചു തരാം. ഇതേപോലെ തിരച്ചു തുന്നിയ പോലെ ഞാനിത് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്തിട്ടുണ്ട്. റോങ് സൈഡിലാണ് ഡോട്ട്സ് ഉണ്ടാവുക. ഇതാണ് ശരിയായ നല്ല ഭാഗം. റൈറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങൾ ഡോട്ട്സ് ഇടേണ്ടതും ഫോൾഡ് ചെയ്യേണ്ടതും ഇങ്ങോട്ടേക്കാണ്. ഇതിങ്ങനെ ചെരിച്ച്, ഇതൊരു എളുപ്പ പണിയാണ്. ചെരിച്ച് വരിക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടുമാണ് വരേണ്ടത്. ഞാൻ ഇതിനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇവിടെ എത്തിയിട്ട് ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഈ നൂല് മുഴുവൻ വലിഞ്ഞു വരും. അപ്പോൾ ലോക്ക് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ടത് ഇങ്ങോട്ടേക്ക് എവിടെയെല്ലാം വന്നത് അതേ ഹോൾസിൽ തന്നെ കുത്തുക. ഇതേപോലെ. ഇനി അടുത്തത് ഇതാണ്. ആ ഹോൾസിൽ തന്നെ കുത്തുക. കുറച്ച് വലിക്കണം. കുറച്ചധികം വലിഞ്ഞു പോയാലും കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാൽ നേരെയാവും. ഇതേപോലെയാണ് നൂല് പാസ് ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ ലൈനിലും നൂല് ഇതേപോലെ പാസ് ചെയ്യുക. ഇനി ഇത് മുഴുവൻ ചുരുക്കിയിട്ട് കെട്ടിട്ടിട്ട് അതിൻ്റെ ശേഷം റൈറ്റ് സൈഡിൽ നിന്നാണ് സ്മോക്കിംഗ് ചെയ്യേണ്ടത്. ഈ സ്മോക്കിംഗ് ചെയ്തിട്ട് കാണിച്ചു തരാം. സ്മോക്കിങ്ങിൻ്റെ അറിയാത്ത ആളാണെങ്കിൽ, ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്മോക്കിംഗ് ചെയ്യുന്ന വീഡിയോ ഇടാം. സ്മോക്കിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് റോങ് സൈഡ്. ഇവിടെയാണ് ഡോട്ട്സ് എല്ലാം ഇട്ടിട്ടുള്ളത്. ഇവിടെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം.
ഞാൻ വിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ന്യൂ ബോണിന് എന്തിനാ ഇത്രയധികം വിട്ടെന്ന്. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇലാസ്റ്റിക് പോലെ ഇത് വർക്ക് ചെയ്യും. ഇത് കണ്ടില്ലേ, കുട്ടികൾക്ക് ഡ്രസ്സ് ഇട്ടാൽ കൈക്ക് മാർക്കൊന്നും വരില്ല. ഇലാസ്റ്റിക് ആകുമ്പം ചെറുങ്ങനെ മാർക്ക് വരും. ഇതൊന്നും വരില്ല. ഇനി ഇത് ഇവിടെ റണ്ണിങ് സ്റ്റിച്ചിട്ട് വലിച്ച് ഇതേപോലെ ആക്കിയിട്ട് കാണിച്ചു തരാം. ഇത് റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ബോട്ടത്തിലെ നൂല് വലിച്ചിട്ട് പ്ലീറ്റ്സ് ഇടും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടാണല്ലോ യോക്കിനോട് യോജിപ്പിക്കേണ്ടത്, ജോയിൻ ചെയ്യേണ്ടത് ആ സമയത്ത്. അപ്പോൾ അതിന് കണക്കായിട്ട് ആം ഹോളിൻ്റെ ഡെപ്തിന് കണക്കായിട്ട് നിങ്ങളിത് ചുരുക്കിയിട്ട് എടുക്കണം. ഇത് പ്ലീറ്റ്സ് ചുരുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിന് കണക്കായിട്ട് എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്തിന് കണക്കായിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതാണ്.